തന്നെ നമ്മൾ പോകുന്നത് മെസ്സി വിവാദത്തിലേക്കാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചകളിലേക്ക് നീങ്ങുകയാണ്. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. LDF സർക്കാരിന്റെ കാലത്തെ ക്രമക്കേട് ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യവും മന്ത്രിസഭാ യോഗം പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാലവർഷക്കെടുതികളും തുടർ വിലയിരുത്തലുകളും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിന് പരിഗണനയ്ക്ക് വരും. ഡാൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, 128 കോടി രൂപ എവിടെ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഇത് എന്തിനുപയോഗിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ മെസ്സി വിവാദം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ഫുട്ബോൾ വികാരത്തെ അത് മുതലാക്കി അത് വിറ്റു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നതിനിടയിലാണ് മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇതിൽ വഴിവിട്ട ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കൂടിയായ N പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അദ്ദേഹം മന്ത്രിസഭയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും LDF സർക്കാരിന്റെ കാലത്ത് മെസ്സിയെ കൊണ്ടുവരുന്നതുൾപ്പെടെ കായിക വകുപ്പുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന എല്ലാ ചട്ടവിരുദ്ധമായ ക്രമവിരുദ്ധമായ നടപടികളിലും വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന കാര്യമടക്കം പരിഗണിക്കുക എന്നാണ് സൂചന. അത്തരത്തിലൊരു സമിതിയെ പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് നമുക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നടക്കം ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ നീക്കത്തിന് പിന്നിൽ മറ്റ് ചില താൽപര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കൂടിയായ N പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ, ഇത് ഈ കള്ളപ്പണ ആക്ഷേപങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ TVയുടെ ഉടമ ഉൾപ്പെടെ അതില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ എന്തിനാണ് പറയുന്നതെന്ന് ഉൾപ്പെടെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പുറത്തുവിടുകയാണ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള ഡിഫെൻഡിങ്ങും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണല്ലോ ഈ ഒരു കാര്യം കൂടി വരുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ വികാരം, അല്ലെങ്കിൽ ആ സമയത്ത് ഇതുണ്ടാക്കിയൊരു ഓളം, അല്ലെങ്കിൽ മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ വിറ്റ് പൈസയാക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെയോ സർക്കാരിൻ്റെയോ ചില്ലി പൈസ പോലും മുടക്കിയിട്ടില്ല എന്ന് പറയുന്നു. അതെല്ലാം പോയത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ മണി ലോണ്ടറി എന്ന് പറയുന്നൊരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആക്ഷേപം നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, തുടർ നീക്കങ്ങൾ എങ്ങനെയാവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ആക്ഷേപം ഒരു വലിയ തോതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതായിരിക്കാം ഇത് ഇങ്ങനെയൊരു ഇടപാടിലേക്ക് പോകാൻ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ എന്നത് ഉൾപ്പെടെയുണ്ട്. കായിക മന്ത്രിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ വിലയിരുത്തണം എന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമോ, അതോ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് സാധാരണയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഥവാ ED അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങുമോ? ഇക്കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ മന്ത്രിമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആന്റോ അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ TVയും അതിന് നൽകുന്ന വിശദീകരണം അത്തരത്തിലൊരു കള്ളപ്പണ ഇടപാടും നടന്നിട്ടില്ല, അല്ലെങ്കിൽ സാധാരണക്കാരായ പൌരന്മാരുടെ 1 രൂപ പോലും നഷ്ടം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ്. എന്തായാലും അവരുടെ കൈവശമുള്ള രേഖകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും ഇത് ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും. അവിടെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് വരും. അതുമായി ബന്ധപ്പെട്ട ഇതിനോടകം നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, ഇതൊക്കെ നിയമ സംവിധാനങ്ങൾക്ക് കോടതിക്ക് മുമ്പിലേക്ക് എത്തേണ്ടി വരും.
അത് കൃത്യമായി എത്തിക്കുക എന്നത് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് മുമ്പിലെ വെല്ലുവിളി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മുൻ കായിക മന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് എന്ന പരാമർശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുമ്പോൾ അതിൽ ഏത് തരത്തിലായിരിക്കും ഇനിയൊരു തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയും ഇതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു അംഗീകാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്, ആ അറിവോടുകൂടിയാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഡാനാണ് വിശദാംശങ്ങൾ നൽകിയത്.